ചുവർ ചിത്രകലയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ റെക്കോർഡുകൾ സ്വന്തമാക്കിയ കലാകാരിയാണ് പഴയങ്ങാടി അടുത്തിലയിലെ അനുറിയ അജീഷ്. ചെറുപ്രായത്തിൽ തന്നെ ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച അനുറിയ ചിത്രകലയിൽ തന്നെ ബിരുദ പഠനവും തുടരുകയാണ്. വരയുടെ ലോകത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന കലാകാരി അനുറിയ അജീഷിന്റെ അടുത്തിലയിലെ വീട്ടിലാണുള്ളത്. മ്യൂറൽ പെയിന്റിംഗിൽ റെക്കോർഡുകൾ ഉൾപ്പെടെ സ്വന്തമാക്കിയ ഈ കലാകാരിയാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അനുറിയ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അനു ഒന്ന് പറയുമ്പോൾ എത്ര വർഷമായിട്ട് ഇത് ചിത്രരചന അല്ലെങ്കിൽ ഈ ചിത്രകല പഠിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊന്ന് നമ്മോട്ട് പങ്കുവെക്കും. ഞാൻ ഓർമ്മ വെച്ച പ്രായം തൊട്ട് വരക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു ഫീൽഡിലേക്ക് ഞാൻ വരുന്നത് 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ്. ഇപ്പോൾ ഇവിടെയുള്ള വർക്കൊക്കെ ഞാൻ 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 10th വരെ ചെയ്തിട്ടുള്ള വർക്കാണ്. ഞാൻ 8th പഠിക്കുന്ന സമയത്ത് മാടായിക്കാവ് ക്ഷേത്രകല അക്കാദമിയിൽ ശ്രീകുമാർ സാറിൻ്റെ അണ്ടറിലാണ് മ്യൂറൽ പെയിന്റിംഗ് പഠിക്കുന്നത്. അപ്പോൾ നിലവിൽ മോൾ ഇപ്പൊ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ കാര്യങ്ങളൊന്ന് പറയും. ഞാനിപ്പോൾ നിലവിൽ +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്ലൈഡ് ആർട്ടാണ് എൻ്റെ ഫീൽഡ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ഇപ്പം കഴിയാറായി. എക്സാം ആണ് ഇപ്പം മാർച്ചിൽ. അതെ. അപ്പൊ ഞാൻ കൂടുതലായിട്ട് കണ്ടത് മോള് ഈ റെക്കോർഡ് ഉൾപ്പെടെ കിട്ടിയത് ഈ മ്യൂറൽ പെയിന്റിംഗിലാണ്. അപ്പൊ മ്യൂറൽ പെയിന്റിംഗിലാണോ ശരിക്കും അതാണോ ഇഷ്ടം? മ്യൂറൽ പെയിന്റിംഗ്സ് ആണോ കൂടുതൽ ഇഷ്ടം? അതെ, ശരിക്കും മ്യൂറൽ പെയിന്റിംഗ് ആണ് എനിക്ക് ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു താല്പര്യം. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഫീൽഡിൽ തന്നെ സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കരുതല്ലോ, എല്ലാം നമ്മൾക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ വേറൊരു ഫീൽഡാണ് ഇപ്പം ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്ലൈഡ് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡിജിറ്റൽ ഫീൽഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ റെക്കോർഡിന്റെ കാര്യം, 2 റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട് മുന്നേ, 2021 തോന്നുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊന്ന് പറയും. റെക്കോർഡ് എങ്ങനെയായിരുന്നു, അതിന്റെ പരിശ്രമങ്ങൾ എങ്ങനെയായിരുന്നു, അതൊക്കെ ഒന്ന് പറയും. ഞാൻ റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലായിരുന്നു. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസം വർക്കൊക്കെ ചെയ്യാണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഓർത്ത് ചെയ്ത വർക്കാണ്. അച്ഛൻ്റെ അടുത്ത് ഞാൻ 10th കഴിഞ്ഞ സമയത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം, വലിയൊരു ക്യാൻവാസ് വാങ്ങി തരണം എന്നാണ്. അതിൻ്റെ പുറത്ത് വരച്ചതാണ് ഇപ്പം ബാക്കിൽ കാണുന്ന ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്ചർ. വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് റെക്കോർഡിലോട്ടേക്ക് പോകുന്നത്. ആദ്യം ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇതിന് സ്ഥാനം കിട്ടി. പിന്നീട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അതിന് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലും കിട്ടി. സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ മോളിപ്പോ എത്ര ചിത്രങ്ങൾ ശരിക്കും വരച്ചിട്ടുണ്ടാവും? പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിൽ തന്നെ കുറെ പിക്ചേഴ്സ് സെൽ ചെയ്തിട്ട് പോയി. പിന്നെ ഒരുപാടെണ്ണം ഗിഫ്റ്റ് ചെയ്തിട്ട് പോയി. ഇപ്പൊ ഈ കാണുന്ന ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ തന്നെ. ഇനി എന്താണ് ഭാവിയിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയും ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അറിയാം. എങ്കിലും എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടോ? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? ശരിക്കും ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ എനിക്ക് കിട്ടിയതൊന്നും ഞാൻ പ്ലാൻ ചെയ്യാതെയാ. എന്തോ ഇങ്ങനെ കൊണ്ട് തരുന്നത് പോലെ ഓരോ കാര്യങ്ങളൊക്കെ. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ്. ആർട്ട് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഒരിക്കലും കൈവിട്ട് കളയില്ല. അതെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. വർക്ക് ചെയ്യാൻ തന്നെയാണ് എപ്പോഴും. ഞാൻ എൻ്റെ പഠനകാലത്ത് ഞാൻ ചെറിയ വർക്കായിരുന്നു. അതുപോലെ തന്നെ വൈഫ് അവളെ പഠനകാലങ്ങളിൽ ഇതുപോലെ തന്നെ കുറേ ഹാൻഡ് മെയ്ഡ് ഹാൻഡിക്രാഫ്റ്റൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളെ ഒരു ടച്ച് അനുവിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൾ ഒരു 3 വയസ്സ് മുതൽ അനു വരയ്ക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആദ്യ കാലങ്ങളിൽ വരയ്ക്കുന്നത് ഗ്ലാസ് പെയിൻറ്റുകളാണ്. അപ്പോൾ അമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഗ്ലാസ് പെയിൻറ്റുകൾ പഠിപ്പിച്ചത്. പിന്നീട് അവൾ ആ ഒരു ഫീൽഡിൽ തന്നെ അവൾ മുന്നോട്ട് പോയി. പിന്നീട് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കേരള ക്ഷേത്രകല അക്കാദമി മാടായിപ്പാറയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഫസ്റ്റ് ബാച്ചിൽ അനു അവിടെ കയറി. പിന്നെ അവൾക്ക് ഒരു ടാലൻറ്റ് അവളിൽ ഇല്ലുകൊണ്ട് അവൾ നല്ല ചെറിയ ചിത്രങ്ങളെന്ന് വലിയ വരച്ചു വയ്ക്കുന്ന വലിയ ചിത്രങ്ങൾ വരയ്ക്കുന്നു. ചെറിയ ചിത്രങ്ങളിലും അവൾ ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാം വലിയ പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. ഏറെ മനോഹരം തന്നെയാണ് അനുറിയ വരച്ച ഓരോ ചിത്രങ്ങളും. ഇനിയും വരയുടെ ലോകത്ത് ഈ കലാകാരിക്ക് തിളങ്ങാൻ സാധിക്കട്ടെ. ഒപ്പം ഒരുപാട് റെക്കോർഡുകളും ഈ കലാകാരിയെ തേടി എത്തട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.